ഹലോ മക്കളെ, 10ാം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ഇതാ 11th കാലെടുത്ത് വെക്കാൻ വേണ്ടി പോകുന്നു. എല്ലാവരും ഇതാ അലോട്ട്മെൻറ്റ് എല്ലാം തന്നെ കാത്തിരിക്കുന്നു. ഞാൻ 1-2 റിയാലിറ്റീസ് പറയാൻ വേണ്ടി മാത്രമാണ് ഈ കാണുന്ന വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നത്. സോ 10th നമുക്കറിയാം ഇത്തവണ A+ എണ്ണം ഭയങ്കര കുറവായിരുന്നു. 30,000 A+ മാത്രമായിരുന്നു നമുക്ക് ഇത്തവണ SLC ഉണ്ടായിരുന്നത്. 11th and 12th പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് ഇത്തവണ 30,000-ഓളം A+ കാണാൻ വേണ്ടി സാധിച്ചു. SLCയും ഹയർ സെക്കൻഡറിയും A+ എണ്ണം വലിയ മാറ്റമൊന്നുമില്ല, ഒരുപോലെ തന്നെയാണ് ഈ അക്കാദമിക് ഇയർ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് 1-2 റിയാലിറ്റീസ് നിങ്ങളോട് പറയാൻ വേണ്ടിയുണ്ട്. 2025 +2 ബോർഡ് എക്സാം റിസൾട്ട് വരുമ്പോൾ മാത്സിനകത്തുണ്ടായിരുന്ന A+കളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 41,864 അത് 2026 ആകുമ്പോൾ അത് 32,141 കുറഞ്ഞു. അഥവാ 9,723 A+കളുടെ എണ്ണത്തിൽ കുറവാണ് മാത്സ് എന്ന വിഷയത്തിനകത്തുണ്ടായിരുന്നത്. സോ എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതോടെന്ന് മാത്സിൻ്റെ A+ കുറയുന്നു. നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഏത് വിഷയം നോക്കുമ്പോഴും ഏറ്റവും അധികം A+ കുറയുന്ന വിഷയം അത് മാത്സ് ആയിട്ട് മാറുന്നു. എന്തുകൊണ്ട് മാത്സിൻ്റെ A+ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു? അതാണ് ഏറ്റവും വലിയ ചോദ്യം. മക്കളെ, അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, എക്സാം ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന മാത്സ് എക്സാമിൻ്റെ ഒരു കാഠിന്യമല്ല ഇത്തവണ ഉണ്ടായിരുന്ന മാത്സ് എക്സാമിൻ്റെ കാഠിന്യം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഹയർ സെക്കൻഡറിക്കകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നിലവാരം അതിഗംഭീരമായിട്ട് ഉയരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സാമിനകത്ത് ലഭിക്കുന്ന A+കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇങ്ങനെ A+ കുറയുമ്പോഴും A+കളും ഫുൾ മാർക്ക് നേടുന്ന ഒരുപാട് പേർ ഇപ്പോഴും ഹയർ സെക്കൻഡറിക്കകത്തുണ്ട്. എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് നേടിയ 3 വിദ്യാർത്ഥികളാണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ചിലുള്ളത്. ഇനി അതുപോലെ തന്നെ 99% മാർക്ക് മേലെ നേടിയ ഒരുപാട് വിദ്യാർത്ഥികളാണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ചിലുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരുപാട് പേർക്ക് മാർക്ക് ലഭിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരുപാട് പേർക്ക് മാർക്ക് നഷ്ടപ്പെടുന്നു. എങ്ങനെ നഷ്ടപ്പെടുന്നു? എങ്ങനെ ഇവർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നു? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സ്ട്രക്ചേർഡ് ആയ പഠനം. ആദ്യമേ തന്നെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് ഈ പറയുന്ന A+ലേക്കും ഈ പറയുന്ന ഫുൾ മാർക്കിലേക്കും എല്ലാവർക്കും എത്താൻ വേണ്ടി സാധിക്കും. നിങ്ങളത് 11th കാലെടുത്ത് വെക്കുമ്പോൾ എല്ലാ മക്കളും ഉറപ്പാണ് കുറച്ച് കാലം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അതാണ് പ്രശ്നം. 11th 12th കമ്പയർഡ് മാർക്കാണ് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ 11th നമുക്ക് ഗംഭീര പെർഫോം ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരും സ്കൂൾ ആരംഭിക്കുമ്പോൾ തന്നെ പഠനം ആരംഭിക്കണം. പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങളായിട്ടുള്ള മാത്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. എന്നാൽ മാത്രമാണ് നമുക്ക് ബോർഡ് എക്സാം എത്തുമ്പോൾ ഏറ്റവും ഗംഭീരമായ സ്കോറിലേക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. മക്കളെ, നമ്മുടെ അഗ്നി ബാച്ച് ക്ലാസ്സുകൾ എല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് ഇപ്പോഴും സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏറ്റവും ഗംഭീരമായിട്ട് ഓരോ പാഠവും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കും. ആ കാണുന്ന നോട്ട്സും ആ കാണുന്ന ക്ലാസ്സും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി എക്സാമിനകത്ത് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ എല്ലാവരും അഗ്നി ബാച്ച് ജോയിൻ ചെയ്യുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 9995400800. See you guys in our Agni batch. Thank you and signing off Afnas AK from Xylan. Bye bye.